കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം രാത്രി 9:30 മണിക്ക് ഒരു KSRTC ബസ്സിലുണ്ടായ ഒരു സംഭവം നമ്മുടെയൊക്കെ മനസ്സിനെ വേദനിപ്പിക്കുന്നതും അതേപോലെ തന്നെ നമ്മളെ ചിന്തിപ്പിക്കുന്നതുമാണ്. ആ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ജനങ്ങൾ, യാത്രക്കാരായ ജനങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദിവ്യ എന്ന് പറയുന്ന ഒരു യുവതി, അവർ വെള്ളറട താമസക്കാരിയാണ്. അതിൻ്റെ ഭർത്താവും 2 ചെറിയ കുട്ടികളും ഒത്തു കഴിയുകയാണ് അവിടെ. ഈ പെൺകുട്ടിക്ക് ഈ യുവതിയുടെ ജോലി എന്ന് പറയുന്നത് ഒരു ക്ലിനിക്കിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അത് ഈ കുന്നത്തുകാൽ എന്ന് പറയുന്ന സ്ഥലത്ത് കൂനമ്പനയിൽ അവിടെ ഒരു ക്ലിനിക്കിലാണ് ജോലി ചെയ്യുന്നത്. അതിന് ഈ പറയുന്ന ദിവസം വൈകുന്നേരം അതിൻ്റെ ജോലി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് കലശലായ അസുഖം ഉണ്ടായി. അപ്പോൾ അത് ആശുപത്രി പോയിട്ട് ഡോക്ടറെയൊക്കെ കണ്ട് മരുന്നുമൊക്കെ വാങ്ങിച്ച് താമസിച്ച് ആണ് വന്നപ്പോൾ അതിന് അവിടെ നിന്ന് പോകാൻ വെള്ളറടയിലേക്ക് പോകാനായിട്ട് KSRTC ബസ് കാത്തു നിന്നു. ബസ് കിട്ടി, അതിൽ കയറി. അതിലെ കണ്ടക്ടർ എന്ന് പറയുന്ന ആൾ വലിയ മഹാനാണ്. അനിൽകുമാർ എന്നാണ് അയാളുടെ പേര്. അയാൾ നെല്ലിമൂട് സ്വദേശിയാണ്. എംപാനൽ കണ്ടക്ടറാണ്, സ്ഥിരമായിട്ടുള്ള ഒരു കണ്ടക്ടർ അല്ല. അപ്പോൾ അയാൾ അതിൽ ചെന്നു ടിക്കറ്റ് എടുക്കാനായിട്ട് ചോദിച്ചു. ടിക്കറ്റ് കൊടുത്തപ്പോൾ രാത്രിയാണെന്ന് ഓർക്കണം, ഏതാണ്ട് 9:30 മണിയായി. ആ സമയത്ത് ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോൾ ഈ യുവതിയുടെ ഈ ദിവ്യയുടെ പേഴ്സ് കാണാനില്ല. അതിൻ്റെ പേഴ്സ് നോക്കിയപ്പോൾ അത് കണ്ടില്ല, എവിടെയോ മിസ്പ്ലേസ് ചെയ്തു പോയി. എൻ്റെ ബാഗിൽ കാണുമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ ഇല്ല, അത് വർക്ക് ചെയ്യുന്ന സ്ഥലത്തെങ്ങാണോ ആയി കാണും, അത് കാണാനില്ല. അത് പരിഭ്രാന്തിയായി അപ്പോഴത്തേക്ക്. അപ്പോൾ ഓർത്തത് ഈ ഗൂഗിൾ പേ ചെയ്യാമല്ലോ, GPay ചെയ്യാം, ടിക്കറ്റ് അത് പെർമിസിബിളാണ്, അത് ഒന്ന് GPay ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞു. GPay ശ്രമിച്ചപ്പോൾ ഈ ബസ് ഓടിക്കൊണ്ടിരുന്ന ഈ ബസ്സിൽ ആ സ്ഥലത്ത് യഥാർത്ഥ റേഞ്ച് കുറവ്, മൊബൈൽ റേഞ്ച് കുറവായതുകൊണ്ട് നെറ്റ്വർക്ക് നന്നായിട്ട് കിട്ടത്തില്ലല്ലോ. അത് കാരണം GPay ചെയ്യാനും പറ്റുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റ് യാത്രക്കാരുള്ള ഒരു ബസ്സാണ്. ഉടനെ കണ്ടക്ടർക്ക് അത് പറ്റിയല്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞു, ഞാൻ വെള്ളറടയിൽ ചെന്നിട്ട് പൈസ തരാം എന്ന് പറഞ്ഞു. അത് പറ്റത്തില്ല, അതൊന്നും പറ്റത്തില്ല, ഇറങ്ങിയേ പറ്റൂ എന്ന് പറഞ്ഞ് കണ്ടക്ടർ. അപ്പോൾ മറ്റ് ഉള്ളതാണ് ആ ബസ്സിൽ. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് സംഭവം. ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത്, തോലടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന് സമീപമുള്ള ഒരു ആളൊഴിഞ്ഞ സ്ഥലത്ത് ഈ ബസ് നിർത്തിച്ച് ഈ പെൺകുട്ടി അവിടെ ഇറക്കി വിട്ടു. രാത്രി 9:30 മണിക്കാണ്. ആലോചിക്കണം. നമുക്ക് ഒരു യുവതി, ഇപ്പം നമ്മുടെ നാട് വളരെ അങ്ങ് പുരോഗമനമുള്ളതാണ്, യുവതികൾക്കൊക്കെ അങ്ങ് സഞ്ചരിക്കാമെന്നൊക്കെ ഓരോരുത്തരൊക്കെ അങ്ങ് പറയുമല്ലോ. അങ്ങനത്തൊക്കെ പറയുന്നതൊക്കെ വെറുതെയാണ്. അങ്ങനൊന്നും യാത്ര ചെയ്യാനും നടക്കാനും ഒന്നും രാത്രി ഇതുപോലെ അസമയത്ത് ഒരു പെൺകുട്ടിക്ക് തനിയെ ഒരിടത്ത് നിന്ന് ആളൊഴിഞ്ഞ ഒരു സ്ഥലം, അവിടെയാണ് ഇതിനെ ഇറക്കി വിട്ടേക്കുന്നത്. അത് ആലോചിക്കേണ്ടത്. അപ്പം ഞാൻ പറയുന്നത് എന്താ പറയുക, ഇറക്കി വിട്ട് അപ്പോൾ അതിൻ്റെ ഭർത്താവിനെ ഫോണിൽ വിളിച്ചു, കിട്ടി. അയാൾ സ്കൂട്ടറുമായിട്ട് വന്ന് ആ 2 കൊച്ചുങ്ങൾ മാത്രം വീട്ടിലുള്ള ചെറിയ കുട്ടികൾ, അവരെ വീട്ടിൽ തനിച്ചാക്കിയിട്ട് ഇയാൾ വളരെ ദൂരം വരണം. ഈ തോരടി ഈ സമീപമുള്ള ഈ സ്ഥലത്ത് വന്നിട്ട് ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി. അത് പരാതി കൊടുത്തു ആ യുവതി. പിറ്റേന്ന് ATOയ്ക്ക് രാവിലെ പരാതി എഴുതി കൊടുത്തു. ഈ സംഭവത്തെ സംബന്ധിച്ച് പരാതി കൊടുത്തപ്പോൾ അതിൻ്റെ വിജിലൻസ് വിങ്ങിനെ അവർ ATO ഡെപ്യൂട്ട് ചെയ്തു, അയച്ചു. KSRTCയുടെ വിജിലൻസ് വിങ് അവർ വന്ന് അന്വേഷിച്ചു. അവരന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ സംഭവം ശരിയാണെന്നുള്ളത് അവരന്വേഷിച്ചിട്ട് റിപ്പോർട്ട് എഴുതി കൊടുത്തു. ആ റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ ജോലിയിൽ നിന്ന് നീക്കം ചെയ്തു. അത്രയും ഒരു കാര്യം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതല്ല, അയാളെ നീക്കം ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല ഇതിനകത്തെ പ്രശ്നം. ഇപ്പോൾ ഒരു കണ്ടക്ടർക്ക് എല്ലാവർക്കും ഇതുവരെ കാശില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് കൊടുക്കാം എന്ന് ഞാൻ പറയത്തില്ല. കാരണം അവർക്കും ചെറിയ ശമ്പളമാണ്, ബുദ്ധിമുട്ടുള്ളവരാണ്. അപ്പോൾ അവരുടെ പണം പോയാൽ ഇത് ആരും കൊടുക്കുന്നില്ലെങ്കിലോ എന്ന് ഉള്ളൊരു തോന്നൽ നമുക്ക് വരാം. പക്ഷേ ഇതിൻ്റെ ക്രെഡിബിലിറ്റി ഈ സമയത്ത് ഇങ്ങനെ ഈ കുട്ടി വന്ന ആ സിറ്റുവേഷൻ ഒന്ന് ചിന്തിക്കണ്ടേ? അയാൾ മനുഷ്യനാണോ? അയാൾ പറയും, സഹോദരി, അയാൾ പറയണ സഹോദരി, ശരി ആയിക്കോട്ടെ, വെള്ളറട ചെന്ന്
ഇതത് കൊടുത്തില്ലെന്നിരിക്കട്ടെ, കൊടുത്തില്ലെങ്കിൽ അയാൾക്ക് ആ നഷ്ടം വന്നു എന്നുള്ളതേ ഉള്ളൂ, അതല്ലാതെ വേറെ വല്ലതും ഉണ്ടോ അതിനകത്ത്? എന്നാൽ ഇതിൻ്റെ ഒരു പെൺകുട്ടിയുടെ ജീവൻ അതൊക്കെയല്ലേ ചിലപ്പോൾ അപഹരിക്കപ്പെടുന്നത്. അപ്പോൾ അതിന് എന്തുമാത്രം ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടായേക്കാം, അത് ചിന്തിക്കണ്ടേ? അസമയമല്ലേ, ഒരു സ്ത്രീയാണ്, അതിനോടൊപ്പം ആരുമില്ല വേറെ, അവിടെ ആളൊഴിഞ്ഞ സ്ഥലം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ എന്താണെന്നറിയോ, ഇതല്ല നമ്മൾ ഇതിനകത്ത്, ഇത് മാത്രം അയാൾക്കെതിരെ നടപടിയൊന്നും അയാളുടെ ജോലി പോയെന്നുള്ളതല്ല അതിനകത്തെ കാര്യം. അങ്ങനെ ഒരു അത് ഈ ബസ്സിൽ മറ്റ് യാത്രക്കാരെന്ന് പറയുന്ന ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ മനുഷ്യരാണോന്നൊന്ന് ചിന്തിച്ചേ. ഇങ്ങനൊരു സഹോദരിക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നു, ഒരു സഹായസം നീട്ടി, കുഞ്ഞെ എന്ന പൈസ ഞാൻ തരാം, ആ പിള്ളേരുടെ ചെന്നിട്ട് തന്നാൽ മതി, അത് നല്ല നീ തന്നില്ലേലൊന്നുമില്ല എന്ന് പറഞ്ഞ് എടുത്തു കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണ്ടേ മനുഷ്യർ? കാരണം ഇങ്ങനെ ഇതിന് അബദ്ധമാണ് പറ്റിയതാണ്, എൻ്റെ പേഴ്സ് കണ്ടില്ല, GPay ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, കാരണം നെറ്റ് ഇല്ലാത്തത്, അവിടെ റേഞ്ച് കുറവാണ്. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരു പെൺകുട്ടി വന്ന് പെട്ടാൽ അതിനെ ഒന്ന് സഹായിക്കാനുള്ള ഒരു മനസ്സ് ഈ മറ്റ് യാത്രക്കാർ കാണിക്കണ്ടേ? കണ്ടക്ടറോ പോട്ടെ, ഞാൻ അയാളുടെ കാര്യം വിടുകയാണ്, അയാൾ ഒരുപാട് പേരെ ഡീൽ ചെയ്യുന്ന ആളാണ്, അയാൾ പറയും, അയാൾക്ക് ന്യായം പറയാം, കാരണം എനിക്ക് ഇങ്ങനെയൊക്കെ നഷ്ടം വന്നിട്ടുണ്ട്, എന്നെക്കൊണ്ട് ഇനി ഇങ്ങനെയൊന്നും ചെയ്യാൻ ഒക്കത്തില്ല, അതുകൊണ്ട് ചെയ്തില്ലെന്നൊക്കെ ചെയ്യണമെങ്കിൽ അയാൾ പറയും. അയാൾ ഈ ന്യായമല്ല പറയുന്നത്, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല, ഈ ബസ് ഊനമ്പാല വഴി പോകുന്ന ബസ്സല്ല എന്നൊക്കെയാണ് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ KSRTC വിജിലൻസുകാർ അന്വേഷിച്ചിട്ട് ഈ പരാതി ശരിയാണെന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുമോ? അപ്പോൾ അത് പോയിക്കോട്ടെ, അതൊക്കെ അത് അയാളുടെ വാദമുഖങ്ങളാണ്, അത് വിടാം നമുക്ക്, അതല്ല ഇവിടുത്തെ കാര്യം. ഇത് മറ്റ് യാത്രക്കാർ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പം അവരിത് കണ്ടുകൊണ്ടിരുന്നില്ലേ, മ്യൂട്ട് സ്പെക്ടറ്റേഴ്സായിട്ട്, അതായത് വെറും മൗനത്തോടു കൂടി കാഴ്ചക്കാരായിട്ട് നോക്കിയിരുന്നില്ലേ? അവരെയാണ് ഞാൻ പറയുന്നത്. അവർ ഇങ്ങനൊരു ഒരു സഹോദരിയെ ഇതുപോലൊരു വിഷമഘട്ടത്തിൽ സഹായിക്കാൻ ഉള്ള ഒരു മനസ്സ് അവർക്ക് വേണ്ടേ? അപ്പോൾ ഇത് ഞാൻ കണ്ടപ്പോൾ ഓർത്തത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ്. അദ്ദേഹം അത് എഴുതിയിട്ടുണ്ട്, ഒരു ചെറുകഥയായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അദ്ദേഹം ഒരു ഹോട്ടലിൽ കയറി ആഹാരം കഴിച്ചു. പണ്ടാണ്, അന്ന് പണം വളരെ കുറവുള്ള സമയമാണ് അദ്ദേഹത്തിന്. പക്ഷേ അദ്ദേഹത്തിന് ആഹാരം കഴിക്കാനുള്ള പണം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേഴ്സിൽ. ആഹാരം കഴിച്ചിട്ട് അവിടെ നോക്കി, അവിടെ ചെന്നിട്ട് കൗണ്ടറിൽ ചെന്ന് പണം കൊടുക്കാൻ നോക്കിയപ്പോൾ പേഴ്സ് നോക്കിയപ്പോൾ പേഴ്സ് കാണുന്നില്ല. അയ്യോ, എൻ്റെ പേഴ്സ് മോഷണം പോയി. ഇങ്ങനെ പലതും പറയാറുണ്ട് കേട്ടോ എന്നീ കടയുടമ പറയുന്നു. അത് കൊടുക്കാൻ പറ്റുകയില്ല, അത് അങ്ങനെ പറഞ്ഞാൽ ഒക്കത്തില്ല, പൈസ തന്നേ ഒക്കുള്ളൂ, അല്ലാതെ പൈസ തരാതെ നിങ്ങളിവിടെ പോകണ്ട, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, അത് നിങ്ങൾക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ മുണ്ട് അഴിച്ചുകൂടെ വെക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹം അർത്ഥനഗ്നനായിട്ട് അവിടെ നിൽക്കണം. അപ്പോൾ ഇത് മനസ്സോടുകൂടി വേറെ മാർഗമില്ലല്ലോ, ആക്ഷേപം സഹിക്കാൻ വയ്യ, അദ്ദേഹം ഈ മുണ്ടഴിക്കാനായിട്ട് കൈവച്ച ഉടനെ വേറെ ഒരു പാവപ്പെട്ട മനുഷ്യൻ അവിടുന്ന് അയാൾ വന്നിട്ട് പറഞ്ഞു, വേണ്ട ഞാൻ കൊടുത്തോളാം, എനിക്ക് പിന്നെ മതി, ഞാൻ കൊടുത്തോളാം, പൈസ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞപ്പോൾ നോക്കി മനുഷ്യൻ്റെ മുഖത്തോട്ട്. ദൈവത്തിനെ പോലെ കാണുന്നവരാണ് വൈക്കം മുഹമ്മദ് ബഷീർ ആ മനുഷ്യനെ കണ്ടത്. അയാൾ അതിൻ്റെ പണം കൊടുത്തു, റെഡിയായിട്ട് കൊടുത്തിട്ട് അപ്പോൾ ബഷീർ ഇറങ്ങിപ്പോയി, നന്ദിയും പറഞ്ഞിട്ട് പതുക്കെ ഇറങ്ങി, തലകുനിച്ച് ഇറങ്ങി, ആക്ഷേപം സഹിച്ചതല്ലേ, ഇറങ്ങി അങ്ങോട്ട് ചെന്നപ്പം ഈ മനുഷ്യൻ ബഷീറിൻ്റെ അടുത്തോട്ട് ചെന്നു, നടന്ന് എന്നിട്ട് ചോദിച്ചു, ഇത് കുറേ പേഴ്സുകൾ എടുത്ത് കാണിച്ചു, ഇതിലേതാ നിങ്ങളുടെ പേഴ്സ് എന്ന് കാണിച്ചു. നോക്കിയപ്പം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പേഴ്സ് ആ കൂട്ടത്തിലുണ്ട്. ഇങ്ങനൊരു സംഭവം ഉണ്ടായത് ഞാൻ ഓർത്തുപോയി. അത് ഞാൻ രസകരമായിട്ട് പറഞ്ഞുകൊണ്ടുള്ളൂ. പക്ഷേ നമ്മുടെ മനുഷ്യർ, നമ്മുടെ മറ്റാളുകൾ, നമ്മുടെ ജനങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലുള്ള സഹയാത്രികർ ഇങ്ങനൊരു ഇങ്ങനൊരു ദുർഘട ഘട്ടത്തിൽ ആ പെൺകുട്ടിയെ സഹായിക്കേണ്ടതല്ലായിരുന്നു, ചിന്തിക്കണം.